അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഖത്തീഫ് ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്ററും ഖത്തീഫ് ജാലിയാത്തിൻ്റെയും ഈസ്റ്റേൺ പ്രോവിൻസ് ഇസ്ലാഹി സെൻറ്റർ സോണൽ കമ്മിറ്റിയുടെയും സഹായ സഹകരണത്തോടു കൂടി നടത്തുന്ന ഈ ഏകദിന ക്യാമ്പിൻ്റെ ഒന്നാമത്തെ സെഷൻ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. അതിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തം. ആദ്യമായി തന്നെ നമ്മുടെ കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ പോഷക സംഘടനയായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ സൗദി അറേബ്യയുടെ വിവിധ വിഷയങ്ങളിൽ വിവിധ മേഖലകളിൽ അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലെ ഒരു ചെറിയ ഭാഗമായ ചെറിയ പ്രവിശ്യയായ ഖത്തീഫിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ അള്ളാഹുവിൻ്റെ ദീൻ പ്രബോധനം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വളരെ നല്ല രീതിയിൽ ഈ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അതിന് ആദ്യമായി തന്നെ ഞങ്ങളോട് സഹകരിച്ച ഖത്തീഫ് ജാലിയാത്തിൻ്റെ അർഷദ് മൗലാന, അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല, എത്തിച്ചേരും. അദ്ദേഹത്തെയും അതുപോലെ തന്നെ ഈ ഖത്തീഫ് ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്ററിന് വേണ്ട നിർദ്ദേശങ്ങൾ ഒക്കെ എപ്പോഴും തന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി കബീർ സലഫി, അതുപോലെ സോണൽ കമ്മിറ്റി പ്രസിഡന്റ് അയ്യൂബ് സുല്ലമി, അതുപോലെ തന്നെ കോബാർ ഇദായ ജാലിയാത്തിലെ ദായിയും ഞങ്ങളുടെ എല്ലാ പരിപാടികളിലും ഞങ്ങളോടൊപ്പം നിന്നിട്ടുള്ള അജ്മൽ മദിനി, അവരൊക്കെ ഇവിടെയുണ്ട്. ആദ്യമായി കബീർ സലഫിയെയും അജ്മൽ മദിനിയെയും ഈ പരിപാടിയിലേക്ക് ആർദ്രവുമായി സ്വാഗതം ചെയ്യുകയാണ്, ഒന്നാമത്തെ ഈ സെഷനിലേക്ക്. അതുപോലെ ഈ പരിപാടി അധ്യക്ഷത വഹിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സോണൽ പ്രസിഡന്റ് അയ്യൂബ് സുല്ലമിയാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മോട് സംസാരിക്കുന്ന അബ്ദുൽ ലത്തീഫ് മദനി, അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ നന്ദി അർപ്പിക്കുന്നത് നമ്മുടെ ദമാം ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ ജനറൽ സെക്രട്ടറിയും അതുപോലെ ഞങ്ങളോട് എപ്പോഴും സഹകരിക്കുകയും ചെയ്യുന്ന സക്കരിയ സാഹിബാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ആർദ്രവുമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ജുബൈൽ, കോബാർ, റഹീമ, ദമാം എന്നിവിടങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി, ഞങ്ങളുടെ പരിപാടി വിജയമാക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന എല്ലാ പ്രതിനിധികളെയും, അവിടുത്തെ യൂണിറ്റ് ഭാരവാഹികളെയും, അതുപോലെ ഖത്തീഫിലെ എൻ്റെ സഹപ്രവർത്തകരെയും, ഞങ്ങളുടെ ലേൺ ദ ഖുർആൻ ക്ലാസ്സിലെ പഠിതാക്കളെയും ഒക്കെ ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ എത്തിച്ചേർന്ന സഹോദരിമാരെയും ദമാമിൽ നിന്നും, കോബാറിൽ നിന്നും, ജുബൈലിൽ നിന്നും, അക്രബിയിൽ നിന്നും ഒക്കെ എത്തിച്ചേർന്ന സഹോദരിമാരെയും ഈ പരിപാടിയിലേക്ക് ആർദ്രവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ വേണ്ടി, ഈ സെഷൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ വേണ്ടി പ്രിയങ്കരനായ അയ്യൂബ് സുല്ലമിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വ ഇത്തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറ്റവും ബഹുമാന്യരായ പണ്ഡിതന്മാരെ, ഖത്തീഫിലെയും ഈസ്റ്റേൺ പ്രൊവിൻസിലെയും ഇസ്ലാഹി സെൻറ്ററിൻ്റെ പ്രവർത്തകരെ, ഭാരവാഹികളെ, ഇസ്ലാഹി സെൻറ്ററുമായി സഹകരിക്കുന്ന വ്യക്തിത്വങ്ങളെ, ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഖത്തീഫ് ജാലിയാത്തും ഈസ്റ്റേൺ പ്രോവിൻസ് ഇസ്ലാഹി സെൻറ്ററും
സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഒരു കുടുംബ സംഗമത്തിലാണ് നമ്മളിവിടെ സന്നിധരായിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ആദ്യ സെക്ഷനിലെ ഈ അധ്യക്ഷ ഭാഷണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ പരിപാടിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് നമുക്ക് നമ്മുടെ ഈ സംഗമത്തിൽ വിശിഷ്ടാതിഥിയായിട്ട് നിങ്ങൾക്കൊക്കെ പരിചയമുള്ള അബ്ദുൽ ലത്തീഫ് മദനി സാഹിബ് അഥവാ കേനമിൻ്റെ സ്റ്റേറ്റ് കൗൺസിലറും കേനം വിദ്യാഭ്യാസ ബോർഡിലെ പ്രമുഖ ഒരു വ്യക്തിത്വമായ അദ്ദേഹത്തെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. അദ്ദേഹം നമ്മുടെ ഈസ്റ്റേൺ പ്രൊവിൻസിലെ ഇസ്ലാഹി പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ കാലത്ത് നേതൃത്വം നൽകിയ ഒരു മാന്യ വ്യക്തിത്വം കൂടെയാണ് അദ്ദേഹം. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഉച്ചയ്ക്ക് ശേഷമുള്ള പ്രധാന സെക്ഷനിൽ നമ്മളോട് സംസാരിക്കും. ആ കാര്യം ഇവിടെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ വ്യത്യസ്തമായ രൂപത്തിലുള്ള പ്രോഗ്രാമാണ് നമ്മുടെ ഈ സംഗമത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും ഈ പരിപാടിയിൽ അഥവാ സജീവമായി പങ്കെടുക്കുകയും ഇവിടുത്തെ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടി ആദ്യമായി ഒരു ഗാനം ആലപിക്കുവാൻ വേണ്ടി ആയിഷയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമലൈക്കും. റൂഹൊരു നാൾ വിധി വന്നാൽ പിടികൂടും നേരം ഉറ്റവരും ഉടയവരും പിരിയുന്നൊരു നേരം കണ്ണ് മറിയുന്ന നാളിലായി മണി ചേരുന്നൊരാദിനം കണ്ണ് മറിയുന്ന നാളിലായി മണ്ണിൽ ചേരുന്നൊരാദിനം റൂഹൊരു നാൾ വിധി വന്നാൽ പിടികൂടും നേരം ഉറ്റവരും ഉടയവരും പിരിയുന്നൊരു നേരം ഖബറിൽ ചോദ്യമുയരുമ്പോൾ അമലുകൾ മാത്രം കൂട്ടിനായി അമലുകൾ ചെയ്യാതാരും മോക്ഷം നേടില്ലൊരു നാളും ഖബറിൽ ചോദ്യമുയരുമ്പോൾ അമലുകൾ മാത്രം കൂട്ടിനായി അമലുകൾ ചെയ്യാതാരും മോക്ഷം നേടില്ലൊരു നാളും യാ റബ്ബന തുണേകണേ യാ ദൽ ജലാൽ വൈകാട്ടണേ യാ റബ്ബന തുണേകണേ യാ ദൽ ജലാൽ വൈകാട്ടണേ റൂഹൊരു നാൾ വിധി വന്നാൽ പിടികൂടും നേരം ഉറ്റവരും ഉടയവരും പിരിയുന്നൊരു നേരം ആഹിറ നാളിൽ മറന്നിടുന്നോർ ഓർക്കേണ്ടുന്നൊരു കാര്യമിതാ ഏതൊരു ദേഹവും ഒരു നാളിൽ മരണം പുൽകിടുമോർത്തോളു ആഹിറ നാളിൽ മറന്നിടുന്നോർ ഓർക്കേണ്ടുന്നൊരു
ഗണേ യാദൽ ജലാൽ വൈകാട്ടണേ. റൂഹൊരു നാൾ വിധി വന്നാൽ പിടികൂടും നേരം ഉറ്റവരും ഉടയവരും പിരിയുന്നൊരു നേരം കണ്ണ് മറിയുന്ന നാളിലായി മണ്ണിൽ ചേരുന്നൊരാദിനം. കണ്ണ് മറിയുന്ന നാളിലായി മണ്ണിൽ ചേരുന്നൊരാദിനം. റൂഹൊരു നാൾ വിധി വന്നാൽ പിടികൂടും നേരം ഉറ്റവരും ഉടയവരും പിരിയുന്നൊരു നേരം. ജലകളായി മാഷാ അല്ലാഹ്. ഇനി നമ്മളോട് സംസാരിക്കുന്നത് അബ്ദുൽ ലത്തീഫ് മദനിയാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ജുബൈൽ ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്ററിലെ ഒരു പ്രബോധകനായി പ്രവർത്തിക്കുന്ന ഒരു പണ്ഡിതനാണ് അബ്ദുൽ ലത്തീഫ് മദനി. അദ്ദേഹത്തെ ഈ ആദ്യത്തെ പ്രഭാഷണം നടത്താൻ വേണ്ടി അബ്ദുൽ ലത്തീഫ് മദനിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഈസ്റ്റേൺ പ്രൊവിൻസിലെ വ്യത്യസ്ത സെൻറ്ററുകളിൽ നിന്നായി എത്തിച്ചേർന്നിട്ടുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് അവനെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖികളായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഏറെ സന്തോഷമുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും വരെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഖതീഫിലെ ഇസ്ലാഹി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ദീനി പ്രബോധനം ഔദ്യോഗികമായി തന്നെ നിർവഹിക്കുവാൻ അവർക്ക് അംഗീകാരം ലഭിച്ചതിന് തൊട്ടു പിന്നാലെ രണ്ടാമത്തെ ഒരു പൊതുസംഗമമാണ് അവർ സംഘടിപ്പിക്കുന്നത്. ഈസ്റ്റേൺ പ്രൊവിൻസിലുള്ള എല്ലാ സെൻറ്ററുകളെയും ഇതേപോലെ ഒരുമിച്ച് കൂട്ടി ഇത്തരമൊരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ വ്യത്യസ്ത സെൻറ്ററുകളിലുള്ള ആളുകൾ പരസ്പരം കണ്ടുമുട്ടുക, മുജാഹിദ് സുഹൃത്തുക്കൾ തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെക്കുക, ബന്ധങ്ങൾ പുതുക്കുക എന്നതിൽ അപ്പുറം ഇതിനെ സംഘാടകർ ഉദ്ദേശിക്കുന്ന വലിയൊരു ലക്ഷ്യമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനായ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പ്രബോധനം ചെയ്യുവാൻ വേണ്ടി അള്ളാഹു നമുക്ക് നൽകുന്ന ഓരോ അവസരവും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പ്രബോധന സമൂഹത്തിലേക്ക് അതിൻ്റെ യഥാർത്ഥ ആശയം, സന്ദേശം എത്തിച്ചു കൊടുക്കുവാൻ ഉള്ള ഒരു അവസരം കൂടെ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോ പ്രവർത്തകരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഓരോ ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളും നിരന്തരമായി അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കേണ്ടത്, അള്ളാഹുവേ
ഈ മാർഗത്തിൽ നിൻ്റെ സത്യസന്ദേശം ജനങ്ങളിലെത്തിക്കുവാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്ന് സ്വീകരിക്കണേ. അതേപോലെ തന്നെ നാളെ റബ്ബിൻ്റെ കോടതിയിലെത്തുമ്പോൾ ഈ ഒരു ദൗത്യം നിർവഹിച്ചതിൻ്റെ പേരിൽ വലിയ പ്രതിഫലം ലഭിക്കുന്ന ഭാഗ്യവന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തണമേ എന്നുള്ള പ്രാർത്ഥന നമ്മിൽ നിന്നുണ്ടാകേണ്ടതുണ്ട്. ഇവിടെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായ ഹിദായത്തിൻ്റെ വലുപ്പത്തെക്കുറിച്ച് ഏതാനും ചില സംഗതികൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലൊരു യഹൂദനായ മനുഷ്യൻ രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സന്നിധിയിൽ വന്നുകൊണ്ട് പറയുന്നുണ്ട്, ഇന്നക്കും യഖറഊന ആയ, നിങ്ങളൊരു ആയത്ത് ഓതാറുണ്ട്, ലൗ ഉൻസിലത്ത് ഫീന, ആ ആയത്തെങ്ങാനും അവതരിച്ചത് ഞങ്ങൾക്കായിരുന്നുവെങ്കിൽ ലത്തഖദ്നാഹ ഈദ, ആ ആയത്ത് അവതീർണമായ ദിവസത്തെ, ആ ആയത്ത് അവതരിച്ച സമയത്തെ ഞങ്ങളൊരു ആഘോഷമായി കൊണ്ടാടുമായിരുന്നു എന്ന്. ഇത്രമാത്രം ആ യഹൂദിയെ ആനന്ദിപ്പിക്കാൻ മാത്രം ആശയം ഉൾക്കൊള്ളുന്ന ആ വചനം ഏതാണ്? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചോദ്യത്തിന് മറുപടിയായിക്കൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു, സൂറത്ത് മാഇദയിലുള്ള ആയത്താണത്. എന്താണ് ആയത്തിൽ അള്ളാഹു പറയുന്നത്? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളിതു ലക്കുമുൽ ഇസ്ലാമ ദീന. നമ്മൾ ഒരുപാട് ക്ലാസ്സുകളിൽ പ്രഭാഷണങ്ങളിൽ നിരന്തരമായി കേൾക്കുന്ന വചനമാണത്. അല്പം സുദീർഘമായ ഒരു ആയത്തിൻ്റെ ഏതാനും ചെറിയൊരു ഭാഗമാണത്. അള്ളാഹു പറയുന്നു, ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് ഇതാ സമ്പൂർണ്ണമാക്കി തന്നിരിക്കൂ. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുകയാണ്. ഇത് കേട്ട സമയത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലാ അലം, ഞാൻ അറിയുക തന്നെ ചെയ്യുന്നു, ഹത്താ ഹീന ഉൻസിലത്ത്, ആ ആയത്ത് എപ്പോഴാണ് അവതരിച്ചത് എന്ന് ഞാൻ അറിയുന്നു. വ ഐന ഉൻസിലത്ത്, അത് ഏത് അവസരത്തിലാണ് അവതീർണമായത് എന്ന് എനിക്കറിയാം. വ ഐന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ഉൻസില, ആ ആയത്ത് അവതരിക്കുന്ന സമയത്ത് എൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെയായിരുന്നു എന്ന് എനിക്കറിയാം. അത് യൗമുൽ അറഫ, അറഫ ദിനത്തിലായിരുന്നു. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖായിമുൻ ഫിൽ ബി അറഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയിൽ നിൽക്കുകയായിരുന്നു. ഈ സമയത്താണ് ഈ ആയത്തിറങ്ങിയത് എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇതിൻ്റെ കൃത്യമായ സമയവും സന്ദർഭവും എനിക്കറിയാമെങ്കിൽ കൂടെ ഇത്തരമൊരു ആയത്ത് ആഘോഷിക്കുക എന്നുള്ളത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തൊരു കാര്യമാണ്. മുസ്ലിങ്ങൾക്ക് 2 ആഘോഷങ്ങളേ ഉള്ളൂ. ഇത് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നില്ല. പക്ഷേ ഈ ഹദീസിലൂടെ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമൂഹത്തോട് പറയുന്നത്, നിങ്ങളുടെ മതം ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് മുൻകാലങ്ങളിലും ഒരുപാട് സമൂഹങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിലും ഒരുപാട് പ്രവാചകന്മാരെ അള്ളാഹു അയച്ചിട്ടുണ്ട് എങ്കിലും അവർക്കാർക്കും ലഭിക്കാത്ത ഒരു വലിയ സൗഭാഗ്യത്തിനുടമയാണ് നിങ്ങളെല്ലാവരും. കാരണം ഇനി ഒരു പ്രവാചകനെ കാത്തിരിക്കേണ്ട അവസ്ഥകൾക്കില്ല. ഇനി ഒരു പുതിയ നിയമത്തെ, ഒരു പുതിയ ഹലാലിനെ, ഒരു പുതിയ ഹറാമിനെ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്കില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവസാന കാലം വരെ അവസാന മനുഷ്യന് പോലും തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള സകല നിയമങ്ങളും വ്യവസ്ഥകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ആയത്തിറങ്ങുന്നതിന് തൊട്ട് മുന്നായിക്കൊണ്ട് എല്ലാം നിങ്ങളെ പഠിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ അനുഗ്രഹമാണ് അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ളത്. ഇനി ഇതിനെക്കുറിച്ച് ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ എന്താണ് അതിൻ്റെ ഇസ്ലാമികമായ നിലപാട്, എന്തായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുണ്ടാവുക എന്നുള്ള വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം, ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും അവൻ തൻ്റെ ജീവിതത്തിൽ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി തൻ്റെ വിരിപ്പിലേക്ക് ഉറങ്ങാൻ വേണ്ടി പോകുന്നത് വരെ അല്ല, മറിച്ച് ഉറങ്ങുന്ന സമയത്ത് പോലും താൻ പാലിക്കേണ്ട നിയമങ്ങളും മര്യാദകളും കൃത്യമായി പഠിപ്പിക്കപ്പെട്ട ഒരു മതത്തിൻ്റെ വക്താക്കളാണ് ഞാൻ നിങ്ങളും. ആ അർത്ഥത്തിൽ നമ്മളൊന്ന് സുദീർഘമായി വായിച്ചു നോക്കുമ്പം
അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹം എന്ന് പറയുന്നത് അതിവിശാലമായ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ മഹാനായ മുഫസ്സിർ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഹാദിഹി അക്ബറു നിഅമില്ലാഹി അസ്സ വജല്ല അലാ ഹാദിഹിൽ ഉമ്മ. ഈ ഉമ്മത്തിന് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിലും ആ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഈ ദീൻ പൂർത്തീകരിച്ച് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വീണ്ടും പറയുന്നുണ്ട്, അലം തറൗ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിസ് സമാവാതി വൽ അർദ്. ആകാശഭൂമിയിലുള്ള ഒരുപാട് സംഗതികൾ അല്ലാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത്, നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നത് നിങ്ങൾ നോക്കിക്കാണുന്നില്ലേ? എന്നിട്ട് അല്ലാഹു പറയുന്നു, വഅസ്ബഅ അലൈക്കും നിഅമതി ളാഹിറതൻ വബാതിന. നിങ്ങൾക്ക് പ്രകടമായും അതേപോലെ തന്നെ രഹസ്യമായും പരോക്ഷമായും ചില നിഅമത്തുകൾ അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് എന്ന്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് തർജുമാനുൽ ഖുർആനിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അള്ളാഹു ഇവിടെ പ്രകടമായി നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അദ്ദീൻ, അദ്ദീനുൽ ഇസ്ലാം, പരിശുദ്ധ ദീനുൽ ഇസ്ലാമാണ് അള്ളാഹു നിങ്ങൾക്ക് പ്രകടമാക്കി തന്ന അനുഗ്രഹം എന്ന് പറയുന്നത്. എന്നാൽ പരോക്ഷ